ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. നമ്മളെ നോമ്പിനൊക്കെ എന്തായാലും ഇത് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ പരിചയപ്പെടാം. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. ഇതൊക്കെ ചെറുതായി അരിയാണ് കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള 3 സവാള, പിന്നെ മല്ലിച്ചപ്പ് നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളത് കേട്ടോ. പിന്നെ വേവിച്ച് വെച്ച ചിക്കൻ, അതാണ് മെയിൻ. കുറച്ചാണ്. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ ഫസ്റ്റ് നമ്മളിടാണ് ആ ചെറുതായി അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ. കാരണം ഫസ്റ്റ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയായിരിക്കും. നമ്മൾ കറികൾക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്താൽ ഫസ്റ്റ് ഒരു 20 സെക്കൻഡ് അങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നല്ലോണം ഉണങ്ങാനൊന്നും നിൽക്കണ്ട. അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളകിൻ്റെ ആ ഒരു ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്താൽ മതിയാ. പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഉള്ളി നല്ലോണം വെന്ത് കുഴഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. ഒന്ന് നല്ലോണം ഒന്ന് വാടി ഒരു കണ്ണാടി പരിവാവില്ല, ഒരു കണ്ണടിച്ചിൽ പോലെ ആവില്ല ഉള്ളി, ആ ഒരു പരിവാ മതി. നല്ലോണം വെന്ത് വാടുമൊന്നും വേണ്ട. കുറച്ച് നേരം അടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ കളർ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് അടുക്കി അടിച്ചു പോയി. പിന്നെ എൻ്റെ മടി കാരണം ഞാൻ വേറെ പാത്രമൊന്നും എടുത്തതുമില്ല. അപ്പം അതാണ് കളറിങ്ങനെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്നും പറ്റിയിട്ടില്ല. നമുക്ക് മസാലപ്പൊടി ചേർക്കാം. കറിവേപ്പില ചേർക്കാം ആദ്യം. നമ്മൾ മസാല ചേർക്കാം. മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, ഉപ്പ് ഞാൻ ആദ്യം ഉള്ളി വഴറ്റുമ്പോൾ കുറച്ചിട്ടിനേനും, അതുകൊണ്ട് കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ചിക്കനിലും നമ്മൾ ഉപ്പിട്ടിനല്ലോ, അതും ഉണ്ടാവും. ഇനി മസാലേൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറിയ പാട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അത്രേ വെക്കണ്ട. നമുക്ക് നമ്മളെ വേവിച്ച് വെച്ച ചിക്കൻ ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് കൈ കൊണ്ട് പിച്ചിട്ടാൽ മതി. അതാ ടേസ്റ്റ്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയോ പേസ്റ്റ് ആക്കുകയോ വേണ്ട കേട്ടോ. ഒന്ന് പിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് ചിക്കനെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അത്രയേ ഉള്ളൂ പണി. ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എന്താക്കാം, നമ്മൾ ഇതിന് വേണ്ട ചട്ടിപ്പത്തിരിക്ക് വേണ്ട ബാറ്ററി ശരിയാക്കിയിട്ട് വരാം. ബാറ്ററി ശരിയാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിനേനു, പക്ഷേങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ബാറ്ററിലേക്ക് വേണ്ടത് 2 മുട്ട, ഒരു 4 ടേബിൾ സ്പൂണ് മൈദ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ഗ്ലാസ് പാല്. ഇതാണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. അത്രയേ വേണം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ അടിയിൽ ഒരു പഴയ പാത്രം പഴയ മൂടി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, കരിഞ്ഞു പോകാണ്ടിരിക്കാൻ. ഫ്ലെയിം മറ്റേ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം. ഞാൻ തട്ടവിടെ വെച്ചിട്ട് കുറച്ചങ്ങോട്ട് മാറിയതാണ്. പിന്നെ പുകയായി കരിയായി. അപ്പോൾ നമുക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് ബാറ്റർ ഒഴിക്കാം, എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളെ ഫില്ലിങ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ ആവണം കേട്ടോ. നമ്മൾ ബാറ്റർ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. ഫുൾ ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ 2 ലെയർ പോലെ ആക്കണം. ലെയറൊന്നും കാണൂല.
ഇനി ബാക്കി ഫില്ലിങ്സും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ബാറ്റർ അതിൻ്റെ മേലിലോട്ട് ഒഴിച്ച് കൊടുക്കാം. മുക്കി വെക്കൊന്നും വേണ്ട, ഈ ഒരു പരുവം മതി. കുറേ അങ്ങ് ഒഴിച്ച് മുക്കൊന്നും വേണ്ട. നമ്മൾ ബാറ്ററി എല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കൊട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കത് മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണേ. അപ്പോൾ നമ്മളൊരു 20-25 മിനിറ്റ്, 25 മിനിറ്റ് വേണ്ട, 20 മിനിറ്റേ വേണ്ട. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവൻ തുറന്ന് നോക്കാം. നല്ല സ്മെല്ലാട്ടോ തുറക്കുമ്പോൾ തന്നെ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു കമ്പൗണ്ട് കുത്തിയൊന്നുമില്ല, അടിയിൽ പാത്രം വെച്ചതുകൊണ്ടല്ലോ, പിന്നെ മൂടി വെച്ചതുകൊണ്ട് കേട്ടോ. നമുക്ക് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് മുകൾ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ മുകൾ ഭാഗം മൊരിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. എന്തായാലും ഒരിക്കൽ ഇങ്ങനെ ട്രൈ ചെയ്യണം.